ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ ഉൾപ്പെടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോ വഴി പങ്കുവയ്ക്കുന്നത്. അല്ലു അർജുൻ നായകനായി സുകുമാർ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത പാൻ ഇന്ത്യൻ തെലുങ്ക് സിനിമയാണ് പുഷ്പ 2 ദി റൂൾ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ പോസ്റ്റർ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. ചിത്രത്തിന്റെ വിതരണക്കാരായ മൈത്രി മൂവി മേക്കേഴ്സ് പ്രസിദ്ധീകരിച്ച കളക്ഷൻ പോസ്റ്റർ പ്രകാരം 1705 കോടി രൂപയാണ് ഈ സിനിമ 21 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഇന്ന് അല്പം മുമ്പ് മൈത്രി മൂവി മേക്കേഴ്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കളക്ഷൻ പോസ്റ്റർ പ്രകാരം 22 ദിവസം കൊണ്ട് 1719 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രം നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഹിന്ദി ബെൽറ്റിൽ നിന്ന് മാത്രം ഏകദേശം 735 കോടി രൂപ നെറ്റ് കളക്ഷനും സ്വന്തമാക്കിയിട്ടുണ്ട്. നേപ്പാൾ ബോക്സ് ഓഫീസിലും ഈ സിനിമ റെക്കോർഡ് കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. 24 കോടി 75 ലക്ഷം രൂപയാണ് ഇവിടെ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഒരു ഇന്ത്യൻ സിനിമ നേപ്പാളിൽ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷനാണ് പുഷ്പ 2 നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം വിവിധ ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്നലെ 22 ദിവസം വരെയുള്ള ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 1590 കോടി രൂപയാണ്. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും ട്രാക്കേഴ്സ് കണക്കും പ്രകാരം ഏകദേശം 100 കോടിക്ക് മുകളിൽ വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്. ക്രിസ്മസ് റിലീസ് ചിത്രങ്ങളിൽ വിന്നറായി മാറിയിരിക്കുന്നത് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ തന്നെയാണ്. ഹനീഫ് അദേനി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഡിസംബർ 20 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ 7ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയും കേരള കളക്ഷനായി 2 കോടി 55 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. 7ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 4.5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 53 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 60 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് ഡിസംബർ 25 ബുധനാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ 3D സിനിമയാണ് ബറോസ്. പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ആദ്യ ദിവസം കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 3 കോടി 52 ലക്ഷം രൂപയായിരുന്നു. ബറോസ് ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തത് 5 കോടി 55 ലക്ഷം രൂപയുമായിരുന്നു. 2ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 1 കോടി 52 ലക്ഷം രൂപയാണ്. ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 3 കോടി റേഞ്ചിലുമാണ്. ആദ്യ 2 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 8 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ബുക്ക് മൈ ഷോയിലൂടെ ഈ സിനിമ മണിക്കൂറിൽ 1600 1700 ടിക്കറ്റുകളാണ് വിറ്റഴിച്ചു പോകുന്നത്. അതേസമയം മാർക്കോയുടെ ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൂടെ ഇന്ന് വിറ്റഴിക്കപ്പെടുന്നത് മണിക്കൂറിൽ 4500 5000 ടിക്കറ്റ് വീതമാണ്. അപ്പോൾ മാർക്കോയ്ക്ക് 8ാം ദിവസമായി ഇന്നും മികച്ച ഹോൾഡ് തന്നെ നിലനിർത്താനായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിലവിലെ ബുക്കിംഗ് സ്റ്റാറ്റസ് അനുസരിച്ച് ബറോസ് ഇന്ന് കേരളത്തിൽ 1 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ആഷിഖ് കപൂർ ഛായാഗ്രഹണവും സംവിധാനവും നിർവഹിച്ച് ഡിസംബർ 19 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ റൈഫിൾ ക്ലബ്ബ് എന്ന ക്രിസ്മസ് റിലീസ് ചിത്രവും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നോട്ട് പോവുകയാണ്. ഈ സിനിമ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ നിലവിൽ 1800ഓളം ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബറോസിനേക്കാൾ കൂടുതൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ റൈഫിൾ ക്ലബ്ബ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ 6ാം ദിവസമായ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 95 ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ 7ാം ദിവസമായ ക്രിസ്മസ് ദിനം കൂടിയ ബുധനാഴ്ച കളക്ട് ചെയ്തത് 1 കോടി 30 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 8 കോടി 50 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 14 കോടി രൂപയായിരുന്നു. 8ാം ദിവസമായ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 1 കോടി 5 ലക്ഷം രൂപയാണ്. അങ്ങനെ 9 കോടി 55 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 8 ദിവസത്തെ കേരള കളക്ഷൻ. 8 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 15 കോടി 50 ലക്ഷം രൂപയുമാണ്. 8 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 9ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയോടെ 16 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ ഉണ്ണി മുകുന്ദന്റെ മാർക്കോയ്ക്ക് ശേഷം ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കുന്ന 2ാമത്തെ സിനിമയായി റൈഫിൾ ക്ലബ്ബ് മാറിയിരിക്കുകയാണ്. സുരാജ് വെഞ്ഞാറമൂട് നായകനായി ആമ്രപ്പള്ളിക്കൽ സംവിധാനം ചെയ്ത് ഡിസംബർ 20 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ED അഥവാ എക്സ്ട്രാ ഡീസന്റ് എന്ന സിനിമയും മികച്ച അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. ഈ സിനിമ ആദ്യ 3 ദിവസം വ്യാഴം വെള്ളി ശനി എന്നിങ്ങനെ കേരള കളക്ഷനായി കളക്ട് ചെയ്തിരുന്നത് 90 ലക്ഷം രൂപയായിരുന്നു. 4ാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 25 ലക്ഷം രൂപയും 5ാം ദിവസമായ ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 24 ലക്ഷം രൂപയുമായിരുന്നു. അങ്ങനെ തിങ്കൾ ചൊവ്വ എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് 49 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ക്രിസ്മസ് ദിനം കൂടിയായ ബുധനാഴ്ച കളക്ട് ചെയ്തത് 30 ലക്ഷം രൂപയായിരുന്നു. 7ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയും ഈ സിനിമ 20 ലക്ഷത്തോളം രൂപ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി 1 കോടി 80 ലക്ഷത്തോളമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നിലവിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. വിജയ് സേതുപതി, സൂരി, മഞ്ജു വാര്യർ എന്നിവർ പ്രധാന താരങ്ങളായി വെട്രിമാരൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഡിസംബർ 20 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് വിടുതലൈ പാർട്ട് 2. ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി 34 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ 7 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 40 കോടിക്ക് മുകളിലുമാണ്. വിജയ് സേതുപതി നായകനായി നിതിൻ സ്വാമിനാഥൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് 2024 ജൂൺ 14 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ക്രൈം ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മഹാരാജ. അനുരാഗ് കശ്യപ്, മമത മോഹൻദാസ്, ദിവ്യ ഭാരതി, മുനീഷ് കാന്ത്, ഭാരതി രാജ, മണികണ്ഠൻ, അഭിരാമി ഗോപികുമാർ എന്നിങ്ങനെ താരനിരയുമായി ഈ തിയേറ്ററിലെത്തിയ ഈ സിനിമ അന്ന് കളക്ട് ചെയ്തത് 110 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ നവംബർ 29 ചൈനയിൽ 40,000ഓളം സ്ക്രീനുകൾ റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമയുടെ ഏറ്റവും പുതിയ ചൈന കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 91 കോടി 20 ലക്ഷം രൂപയാണ് ഈ സിനിമ ചൈന കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്.
അങ്ങനെ മഹാരാജ എന്ന വിജയ് സേതുപതി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 200 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.